ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ക്വാണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗമാണ് LCM ആൻഡ് HCF. LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ്. LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് നമ്മള് മലയാളത്തിൽ ലാ സ ഗു എന്ന് പറയും. ഇപ്പോഴ് ഇതിന്റെ പേര് SCERT ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലാ സ ഗു എന്നതിന് പകരം ചെറു പൊതു ഗുണിതം എന്നാണ് ഉണ്ടാവുക. അതേപോലെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഊസാഗയ്ക്ക് പകരം വൻ പൊതു ഘടകം എന്നാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആദ്യം LCM പഠിക്കുകയാണ്. LCM എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ്. The smallest number which is exactly divisible by the given numbers എന്നാണ്. അതായത് ഒരിക്കൽ കൂടെ പറയാം, തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഞാനിവിടെ ഒരു ഉദാഹരണം എഴുതുകയാണ്. 8, 16, 32. ഇവിടെ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ 3 സംഖ്യകൾ കൊണ്ടൊക്കെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. സാധാരണയായി നമ്മൾ ലാസാഗു കാണുമ്പോൾ എന്താ ചെയ്യുക? ഘടകക്രിയയാണ് ചെയ്യുക. അതേപോലെ നമ്മൾ ഘടകക്രിയ ചെയ്യുന്നു, ഫാക്ടറൈസേഷൻ. അതായത് എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആദ്യം ഘടകക്രിയ ചെയ്യുന്നു. എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 1 ആണ്. 1 ഒഴികെയുള്ള സംഖ്യകൾ നോക്കുക. നമ്മൾ നോക്കുക, 2 കൊണ്ട് 8നെ ഹരിക്കാൻ പറ്റും, 16നെ പറ്റും, 32നെ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്ന സംഖ്യ 2 ആണ്. 8ൽ 2 എത്ര തവണ പോകും? 4. 16ൽ 8, 32ൽ 16. വീണ്ടും ഞാൻ 2 കൊണ്ട് ഘടകക്രിയ ചെയ്യുന്നു അല്ലെ. 4ൽ 2 തവണ, 8ല് 4 തവണ, 16ൽ 8 തവണ. വീണ്ടും 2 കൊണ്ട്, 2ൽ 1 തവണ, 4ൽ 2 തവണ, 8ൽ 4 തവണ. ഇനി നോക്കുക, നമ്മൾ ഇവിടെ 1, 2, 4 ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ 1നെ 1 കൊണ്ട് മാത്രമേ പറ്റൂ, ബാക്കിയുള്ള 2ഉം 4ഉം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ലസാഗു കാണുമ്പോൾ ഈ 2നെയും 4നെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കണം. അപ്പൊ നമ്മൾ വീണ്ടും എന്തുകൊണ്ട് ഹരിക്കുന്നു? 2 കൊണ്ട് ഹരിക്കുന്നു. 1 അതേപടി ഇറക്കി വെച്ചു, 2ൽ 1 തവണ, വീണ്ടും 4ൽ 2 തവണ. ഇനി ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 1 ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 1 മാത്രമാണെങ്കിൽ, അതായത് 1 എന്ന സംഖ്യ മാത്രമാണെങ്കിൽ അവിടെ നമ്മൾ നിർത്തുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ LCM കാണുമ്പോൾ ഈ 2 ഗുണം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 1, അതായത് 1 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമ്മൾ അതുകൊണ്ട് 1 എന്നുള്ളത് നെഗ്ലക്ട് ചെയ്യാം. വീണ്ടും 2 കൊണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, 2 ഗുണം 2 4, 4 2 8, 8 2 16, 16 2 32. അതായത് 32 എന്ന സംഖ്യ ഇവിടെ പ്രത്യേകത എന്തെന്നാൽ 32നെ 32 കൊണ്ട് ഹരിക്കാം, 32നെ 16 കൊണ്ട് ഹരിക്കാം, 32നെ 8 കൊണ്ട് ഹരിക്കാം. അപ്പോ മനസ്സിലായി കാണും എന്താണ് LCM എന്ന് പറഞ്ഞാൽ. LCM എന്ന് പറഞ്ഞാല് തന്നിരിക്കുന്ന സംഖ്യകൾ ഇവിടെ 8, 16, 32 എന്നീ സംഖ്യകൾ കൊണ്ടൊക്കെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 32. ഓക്കെ അല്ലേ? നമുക്കിനി എന്താണ് HCF അഥവാ ഉസാഗ, അതായത് ഉത്തമ സാധാരണ ഘടകം എന്താണ് എന്ന് നോക്കാം. ഇപ്പോഴ് HCFന്റെ പേര് SCERT ബുക്കിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? എന്താണ്? വൻ പൊതു ഘടകം. അതായത് ഇതിനെ ജസ്റ്റ് മലയാളത്തിലാക്കിയാൽ മതി. വൻ ഹയസ്റ്റ് കോമൺ പൊതു ഫാക്ടർ ഘടകം, അത്രയേ ഉള്ളൂ. വൻ പൊതു ഘടകം. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ 8, 16, 32. നോക്കുക, ഉസാഗ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളെ, അതായത് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 8, 16, 32. അതായത് തന്നിരിക്കുന്ന സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് ഉസാഗ. അതായത് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ 8, 16, 32. ഈ സംഖ്യകളെ ഒക്കെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ. നമ്മൾ LCM കാണുന്ന പോലെ തന്നെ ഘടകക്രിയ ചെയ്യുന്നു. ഘടകക്രിയ, അതായത് ഇതിനെ ഒക്കെ നിശേഷം ഹരിക്കാൻ കഴിയണം എന്നാണ് കൺസെപ്റ്റ്. അപ്പൊ ഇതിനെ നമ്മൾ എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ 2. 8ൽ 2 എത്ര തവണ? 4 തവണ, 16ൽ 8 തവണ, 32ൽ 16 തവണ. വീണ്ടും ഘടകക്രിയ ചെയ്യുന്നു 2 കൊണ്ട്. 4ൽ 2 തവണ, 8ൽ 4 തവണ, 16ൽ 8 തവണ. വീണ്ടും 2 കൊണ്ട്.
2ൽ 1 തവണ, 4ൽ 2 തവണ, 8ൽ 4 തവണ. അപ്പൊ നോക്കിയേ, ഇവിടെ എല്ലാ സംഖ്യകളെയും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 1 മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ടെണ്ണത്തിന് നമ്മൾ ലസാഗു കാണുമ്പോൾ ഈ രണ്ടെണ്ണത്തിന് റിപ്പീറ്റ് ആയിട്ട് 2 കൊണ്ട് ഹരിച്ചിട്ടുണ്ട്. ഉസാഗ കാണുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് നോക്കുക, എന്താണ്? തന്നിരിക്കുന്ന സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ. അപ്പോ ഇവിടെ എത്തിയപ്പോഴേ എല്ലാ സംഖ്യകളെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന അവസ്ഥ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇത് ഇവിടെ നിർത്തണം. ക്ലിയർ? എന്നിട്ട് ഇതിന്റെ ഉസാഗ എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ഇൻറ്റു 2 എത്രയാണോ? 8 ആണ്. അപ്പൊ ഇതിന്റെ HCF എത്രയാണ്? 8 ആണ്. അപ്പൊ ഉസാഗ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് 8 എന്ന സംഖ്യ കൊണ്ട് 8നെ ഹരിക്കാം, 8 എന്ന സംഖ്യ കൊണ്ട് 16നെ ഹരിക്കാം, 8 എന്ന സംഖ്യ കൊണ്ട് 32നെ ഹരിക്കാം. അതായത് ഇവിടെ തന്നിരിക്കുന്നത് 8, 16, 32 ഈ സംഖ്യകളെ ഒക്കെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് 8. ഇനി നമ്മൾ ഒരു എളുപ്പ വഴി നോക്കാം. എന്താ നോക്കുക? തന്നിരിക്കുന്നതിലെ ഏറ്റവും ചെറിയ സംഖ്യ എടുത്തു നോക്കുക. 8 അല്ലേ? ആ 8 കൊണ്ട് ഇവിടെ 8നെ 8 കൊണ്ട് ഹരിക്കാം, 16നെ 8 കൊണ്ട് ഹരിക്കാം, 32നെ 8 കൊണ്ട് ഹരിക്കാം. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉസാഗ എന്താണെന്ന് എഴുതി വെക്കാം. 8 എന്ന് എഴുതി വെക്കാം. ഇനി ഇവിടെ നോക്കുക, 8, 16, 32 ഈ സംഖ്യകളുടെ ലസാഗു ആണ് കാണേണ്ടതെങ്കിൽ, ലഘുതമ സാധാരണ ഗുണിതം അതാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കുക. ഏറ്റവും വലിയ സംഖ്യ 32 ആണ്. 32നെ 32 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുക, 16 കൊണ്ട് കഴിയുമോ എന്ന് നോക്കുക, 8 കൊണ്ട് കഴിയുമോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ എല്ലാം പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ LCM എന്ന് പറയുന്നത് 32 ആണ്. HCF നോക്കുമ്പോഴേ ഏറ്റവും ചെറിയ സംഖ്യനെ നോക്കുക, എന്നിട്ട് അതുകൊണ്ട് ഹരിക്കാൻ കഴിയുന്നുണ്ടോ നോക്കുക. ചില അവസ്ഥകളിൽ അങ്ങനെ കിട്ടാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? LCM ആൻഡ് HCF എന്ന് പറയുന്ന പാഠഭാഗം കൂടുതൽ ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം, 20, 25, 35, 40 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ചോദ്യം ഇങ്ങനെയാണ്: ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 20, 25, 35, 40 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കാണേണ്ടത്? LCM ആണ്, ലാസാഗു ആണ് അല്ലെ? അതായത് ലാസാഗുവിന്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്. അപ്പൊ നമ്മൾ ലാസാഗു കാണുകയാണ്. 20, 25, 35, 40 ഘടകക്രിയ ചെയ്യുന്നു. എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ ഏതാണോ? 5 അല്ലേ? എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 5 ആണ്. അപ്പൊ 5 കൊണ്ട് ഘടകക്രിയ ചെയ്യുന്നു. 20ൽ 5 എത്ര തവണ? 4 തവണ. 25ൽ 5 തവണ. 35ൽ 7 തവണ. 40ൽ 8 തവണ. ഇനി വീണ്ടും നമ്മൾ നോക്കിയപ്പോൾ എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന സംഖ്യയില്ല. ഇനി നമ്മൾ 3 എണ്ണത്തിനെ നോക്കി. അപ്പൊ 3 എണ്ണത്തിനെ നോക്കുമ്പോൾ 3 എണ്ണത്തിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 എണ്ണത്തിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പൊ നോക്കുക, 4ഉം 8ഉം ഉണ്ട് അല്ലെ? അതിന് 2നെയും നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാം? 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ 4നെ 2 കൊണ്ട് ഘടകക്രിയ ചെയ്യുമ്പോൾ 4ൽ 2 2 തവണ. 5 ഇറക്കി വെച്ചു, 7 ഇറക്കി വെച്ചു. 8ൽ 2 എത്ര തവണ? 4 തവണ. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഘടകക്രിയ ചെയ്യുന്നു. 2ൽ 2 1 തവണ. 5 ഇറക്കി വെച്ചു, 7 ഇറക്കി വെച്ചു. 4ൽ 2 തവണ. ഇനി എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ നിർത്തി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇതിന്റെ LCM കാണണം. 5 2 10, 10 2 20, 25 100, 100 × 7 700, 700 × 2 1400. അപ്പൊ ഇതിന്റെ LCM എത്രയാണോ? 1400 ആണ്. അതായത് 1400 എന്ന സംഖ്യയെ എന്തുകൊണ്ടൊക്കെ ഹരിക്കാൻ കഴിയും? 20 കൊണ്ട് പറ്റും, 25 കൊണ്ട് പറ്റും, 35 കൊണ്ട് പറ്റും, 40 കൊണ്ട് പറ്റും. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, 24, 54, 81, 108 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് എക്സാക്ട്ലി ഡിവൈഡ്സ് 24, 54, 81, 108. അപ്പൊ നമ്മൾ എന്താ കാണേണ്ടത്? ഉസാഗയാണ്, HCF ആണ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ, അതിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ.
അപ്പൊ നമ്മൾ ഘടകക്രിയ ചെയ്യാൻ പോവാ. അപ്പൊ 24,54,81,108. ഇനി ഇതിനെ എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ നോക്കാം. എല്ലാത്തിനെയും 2 കൊണ്ട് പറ്റുമോ? ഇല്ല. നോക്കാം, നമുക്ക് 3 കൊണ്ട് പറ്റുമോ? അതായത് ഒരു സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണമെങ്കിൽ സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3ഓ 3ന്റെ ഗുണിതങ്ങളോ ആയാൽ മതി. നോക്ക്, 2ഉം 4ഉം 6, 3ന്റെ ഗുണിതാണ്. 5ഉം 4ഉം 9, 3ന്റെ ഗുണിതാണ്. 8ഉം 1ഉം 9, 3ന്റെ ഗുണിതാണ്. 1 കൂട്ടണ 8 എത്രയാ? 9, അതും 3ന്റെ ഗുണിതാണ്. അപ്പൊ ഇതിനെയൊക്കെ എന്തുകൊണ്ട് ഹരിക്കാം? നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അപ്പൊ നോക്കുക, 24-ൽ 3 എത്ര തവണ? 8 തവണ. 54-ൽ 3 എത്ര തവണ? 18 തവണയുണ്ട്. അപ്പോ നമുക്ക് ഗുണനപ്പട്ടിക അറിയില്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? 5-ൽ 3 എത്ര തവണ പോകും? 1 തവണ പോകും അല്ലെ? ബാക്കി എത്രയുണ്ട്? 2. 24-ൽ 3 എത്ര തവണ പോകും? 8 തവണ. അപ്പൊ 18. അതേപോലെ 81-ൽ എത്ര തവണ? 27 തവണ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8-ൽ 3 എത്ര തവണ പോകും? 2 തവണ. 2 3 6 ആണ് അല്ലെ? 6ഉം കഴിച്ചിട്ട് 2 ബാക്കി. അപ്പൊ 21-ൽ 3 എത്ര തവണ? 7 തവണ. ക്ലിയർ അല്ലേ? അപ്പൊ 108-ൽ 3 എത്ര തവണ പോകും? 10-ൽ 3 3 9. 1 ബാക്കി. 18-ലോ? 18-ൽ 3 എത്ര തവണ പോകും? 6. അപ്പൊ 36. ഇനി വീണ്ടും നമ്മൾ നോക്കുന്നത് 8, 18, 27, 36. എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഉണ്ടോ? എന്തായാലും 2 ഇല്ല അല്ലെ? 27-ലെ 3 ഉണ്ടോ? 3 കൊണ്ട് പറ്റില്ല. വേറൊന്നിനെ കൊണ്ടും പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അവിടെ നിർത്തി. അപ്പോ ഇതിന്റെ ഉസാഗ ഏതാ എടുക്കുക? നമ്മള് 3 ആണ് എടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ HCF എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? 3 ആണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. 3,4,5 എന്നീ സംഖ്യകളുടെ ലാസാഗു എത്ര? അപ്പൊ നമ്മൾ ലസാഗു കാണുമ്പോൾ എന്താ ചെയ്യാ? ഘടകക്രിയ ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെ 3,4,5. അപ്പോ ഈ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 1 മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇതിനെ ഘടകക്രിയ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തേ കിട്ടുള്ളൂ? 3 ഗുണം 4 ഗുണം 5 തന്നെയാണ് കിട്ടുക അല്ലെ? അതായിരിക്കൂലേ LCM? അതായത് നമ്മൾ മനസ്സിലാക്കണം എന്താണ്? പൊതു ഘടകം 1 മാത്രമുള്ള സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് സംഖ്യകളുടെ ഗുണനഫലം ആയിരിക്കും. അപ്പൊ ഇതിന്റെ LCM എന്താ? 3 ഗുണം 4 ഗുണം 5. 3 4 12 5 60 ആണ്. ക്ലിയർ അല്ലേ? ഇതിനൊരു ഉദാഹരണമാണ് എന്ത്? അഭാജ്യ സംഖ്യകളുടെ ലാസാഗു എപ്പോഴും എന്തായിരിക്കും? സംഖ്യകളുടെ ഗുണനഫലം ആയിരിക്കും. നാലാമത്തെ ചോദ്യം നോക്കാം. 4,5,9 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്ര എന്നാണ്. ഫൈൻഡ് ദ HCF ഓഫ് 4,5,9. അപ്പോ നമ്മൾ ഘടകക്രിയ ചെയ്യുന്നു അല്ലെ? അപ്പൊ 4,5,9 ഇതിനെ ഘടകക്രിയ ചെയ്യുമ്പോൾ നമുക്കറിയണം എന്താണ്? എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ അറിയണം അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 1 മാത്രമേ ഉള്ളൂ, വേറൊരു സംഖ്യയും ഇല്ല അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, 1 പൊതുഘടകമായിട്ടുള്ള സംഖ്യകളുടെ ഉസാഗ, അതായത് HCF എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? 1 ആയിരിക്കും. അതായത് ഇതിനെ 1 കൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോ HCF ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പൊ ഒരു ഉദാഹരണമാണ് എന്ത്? അഭാജ്യ സംഖ്യകളുടെ ഉസാഗ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. 1 പൊതുഘടകമായിട്ടുള്ള സംഖ്യകളുടെ ഉസാഗ എപ്പോഴും 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? അഞ്ചാമത്തെ ചോദ്യം 0.63, 1.05, 2.1 ഇവയുടെ LCM-ഉം HCF-ഉം എത്ര എന്നാണ്. അപ്പൊ ഇവിടെ നോക്കുക, ദശാംശ സംഖ്യകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ദശാംശ സംഖ്യകളെ ഘടകക്രിയ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ തന്നിരിക്കുന്ന ദശാംശ സംഖ്യകളെ നമ്മൾ എന്താക്കണം? പൂർണ്ണസംഖ്യകളാക്കി മാറ്റണം. അതായത് 0.63നെ പൂർണ്ണസംഖ്യയായ 63 ആക്കാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇതെന്തായി? 63 ആയി. 1.05നെ എന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. എന്തായി? അത് 105 ആയി. ഇനി 2.1നെ പൂർണ്ണസംഖ്യയാക്കാൻ 10 കൊണ്ടാണ് ഗുണിക്കേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെയൊക്കെ ഗുണിച്ചിരിക്കുന്നത് 100 കൊണ്ടല്ലേ? അതുകൊണ്ട് LCM-ഉം HCF-ഉം കാണുമ്പോഴേ
ഇതിനെയൊക്കെ ഗുണിച്ചിരിക്കുന്നത് ഏത് കൊണ്ടാണോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗുണിക്കണം. അപ്പൊ ഇവിടെ ഞാൻ 100 കൊണ്ട് തന്നെ ഗുണിക്കുന്നു. അപ്പൊ എന്താ കിട്ടുക? 210. എന്നിട്ട് നമ്മൾ ഇതിന്റെ LCM കാണുന്നു. 63, 105, 210 ഘടകക്രിയ ചെയ്യുന്നു. എല്ലാത്തിനെയും 3 കൊണ്ട് ഹരിക്കാലോ അല്ലെ. 6 3 9 ആണ്, 1 5 6 ആണ്, 2 1 3 ആണ്. അപ്പൊ 3ന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ 3 കൊണ്ട് നിശേഷം ഹരിക്കാം അല്ലെ. അപ്പൊ 3 കൊണ്ട് ഹരിക്കുന്നു. 6ൽ 2 തവണ, 3ൽ 1 തവണ, 10ൽ 3 9, 15ൽ 5 തവണ, 210 അല്ലെ 21ൽ 7 തവണ. അപ്പൊ 0 ഇറക്കി വെച്ചു. ശരിയല്ലേ? ഇനി വീണ്ടും എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ ഏതാ ഉള്ളത്? 7 അല്ലേ. അതായത് 7 3 21, 7 5 35, 10 7 70. അപ്പൊ 7 കൊണ്ട് ഹരിക്കുന്നു. 21ൽ 3 തവണ, 35ൽ 5 തവണ, 70ൽ 10 തവണ. ഇനി എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പൊ രണ്ടെണ്ണത്തിന് ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ. 5നെയും 10നെയും 5 കൊണ്ട് ഹരിക്കുക അല്ലെ. അപ്പൊ നമ്മൾ വീണ്ടും ഘടകക്രിയ ചെയ്ത് 5 കൊണ്ട് ഹരിക്കുന്നു. 3 ഇറക്കി വെച്ചു. 1 2. ഇനി എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ 1 മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ LCM കാണുകയാണ് അല്ലെ. എത്രയാണ്? 2 ഗുണം 3 6, 6 5 30, 30 × 7 210, 210 × 3 എന്ത് കിട്ടി? 630. ശരിയല്ലേ? അപ്പോ ഈ സംഖ്യകളുടെ അതായത് 63ന്റെയും 105ന്റെയും 210ന്റെയും LCM ആണ് 630. ഇനി നമുക്ക് കാണേണ്ടത് ഈ സംഖ്യകളുടെ LCM ആണ്. അപ്പൊ ഈ സംഖ്യകളുടെ LCM കാണാൻ നമ്മൾ ഇവിടെ എല്ലാത്തിനെയും 100 കൊണ്ട് ഗുണിച്ചില്ലേ. അതുകൊണ്ട് നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന LCM-നെ 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമ്മുടെ റിക്വയർഡ് ആൻസർ എന്തായിരിക്കും? 630/100 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6.3 ആയിരിക്കും LCM. ഇനി HCF എന്തായിരിക്കും നോക്കുക. ഇവിടെ സംഖ്യകളെ പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന അവസ്ഥ എവിടെ വരെയാണ്? ഇവിടെ വരെയല്ലേ. നോക്കുക. 63 105 210 നമ്മൾ 3 കൊണ്ട് നിശേഷം ഹരിച്ചു. 21 35 70. വീണ്ടും 7 കൊണ്ട് എല്ലാത്തിനെയും ഹരിച്ചു. അപ്പൊ 3 5 10. ഇനി എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ അവിടെ നിർത്തി. അപ്പൊ ഇതിന്റെ HCF എന്താണ്? 7 3 21 ആണ് ഇതിന്റെ HCF അല്ലേ. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സംഖ്യകളുടെ HCF എന്തായിരിക്കും? നമ്മൾ ഇവിടെ 100 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കണം അല്ലെ. ഇപ്പൊ റിക്വയർഡ് ആൻസർ എന്താ? HCF ഈസ് ഈക്വൽ എന്താണ്? 21/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.21 ആണ്. ക്ലിയർ അല്ലേ? ആറാമത്തെ ചോദ്യം നോക്കാം. 2/2 × 3 × 3 × 5, 2/3 × 3 × 4 × 5 × 2 × 7, 2/4 × 3 × 2 × 5 × 3 × 11/2 എന്നീ സംഖ്യകളുടെ LCM HCF കാണുക എന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നാൽ LCM കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം LCM എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്. അപ്പോ ഇതിൽ എല്ലാത്തിലുമുള്ള എല്ലാ ഫാക്ടേഴ്സും നമുക്ക് വേണം. അപ്പൊ ഞാൻ ആദ്യം എല്ലാ ഫാക്ടേഴ്സ് എഴുതുക. 2 × 3 × 5 × 7 × 11. എന്നിട്ട് ഇതിന്റെ ഒക്കെ ഹയസ്റ്റ് പവേഴ്സ് എഴുതി വെക്കണം. എന്നാൽ നമ്മുടെ ഉത്തരമായി. അപ്പൊ 2ന്റെ ഹയസ്റ്റ് പവർ ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. അപ്പൊ ഹയസ്റ്റ് പവർ ഏതാ? 4. അപ്പൊ 2⁴ ഇൻറ്റു 3യുടെ ഹയസ്റ്റ് പവർ ഇവിടെ 3�3 ആണ്, 3⁴ ആണ്, 3⁴ ആണ്. അപ്പൊ 3യുടെ ഹയസ്റ്റ് പവർ എത്രയാണ്? 3⁴ ആണ്. ഇനി 5ന്റെ ഹയസ്റ്റ് പവർ എന്താണ്? ഇവിടെ 5⁻1 ആണ്, ഇവിടെ 5⁻2 ആണ്, അവിടെ 5⁻3 ആണ്. അപ്പൊ ഏത് എഴുതി വെച്ചു? 3 എഴുതി വെച്ചു. ഇനി 7ന്റെ ഹയസ്റ്റ് പവർ, 7ന്റെ ഹയസ്റ്റ് പവർ ഏതാ? 7ന്റെ ഹയസ്റ്റ് പവർ 1 മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ 1, 7 എന്ന് പറഞ്ഞാൽ 7⁻1 അല്ലേ. ഇനി 11ന്റെ ഹയസ്റ്റ് പവർ, 11ന്റെ ഹയസ്റ്റ് പവർ ഏതാ? 2 ആണ്. ഇതാണ് ഇതിന്റെ LCM. മനസ്സിലായല്ലോ? അപ്പൊ LCM വരുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതുക? പ്രൊഡക്റ്റ് ഓഫ് ദി ഹയസ്റ്റ് പവേഴ്സ് ഓഫ് ഓൾ ഫാക്ടേഴ്സ്. എല്ലാ ഫാക്ടറും വേണം. ഓക്കെ അല്ലേ? ഇനി HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ എല്ലാത്തിലും ഉള്ള ഫാക്ടർ ആണ്. അപ്പൊ എല്ലാത്തിലുള്ള ഫാക്ടർ ഏതാ? ഇവിടെ എല്ലാത്തിലുള്ളത് 2 ഉണ്ട്, 3 ഉണ്ട് അല്ലെ.
2 ഉണ്ട് 3 ഉണ്ട്. പിന്നെ ഏതാ 5 ഉണ്ട് 5 ഉണ്ട് 5 ഉണ്ട്. അപ്പൊ അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി വെക്കുന്നു 2 × 3 × 5. എന്നിട്ട് HCF ആവാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഏറ്റവും ചെറിയ പവർ, 2ന്റെ ഏറ്റവും ചെറിയ പവർ ഏതാ 2/2. 3ന്റെ ഏറ്റവും ചെറിയ പവർ ഏതാ 3/2. ഇനി 5ന്റെ ഏറ്റവും ചെറിയ പവർ ഏതാ 5. അപ്പൊ 5/1 അല്ലെ, 5ന്റെ ഏറ്റവും ചെറിയ പവർ 5/1 ആണ്. അപ്പൊ ഇതിന്റെ HCF എന്താണ് 2/2 × 3/2 × 5/1 ആണ്. അതായത് HCF കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് ഓഫ് ദി ലോവസ്റ്റ് പവേഴ്സ് ഓഫ് കോമൺ ഫാക്ടേഴ്സ് കണ്ടെത്തിയാൽ മതി. ക്ലിയർ അല്ലേ? ഏഴാമത്തെ ചോദ്യം 16, 20, 24, 30 എന്നിവ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ്. അതായത് തന്നിരിക്കുന്ന സംഖ്യകളായ 16, 20, 24, 30 ഈ സംഖ്യകൾ കൊണ്ടൊക്കെ ഹരിച്ചാൽ ശിഷ്ടം എന്ത് കിട്ടണം? 3 കിട്ടണം. ശിഷ്ടം 0 കിട്ടുന്നത് നമുക്കറിയാം എന്തായിരിക്കും? LCM ആയിരിക്കും അല്ലെ. അപ്പൊ ശിഷ്ടം 3 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടതിന് ശേഷം അതിന്റെ കൂടെ 3 കൂട്ടിയേച്ചാൽ മതി. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ LCM കണ്ടിട്ട് എത്രയാണോ ശിഷ്ടം വരുന്നത് ആ ശിഷ്ടം എത്രയാണോ അത് കൂട്ടിയാൽ നമുക്ക് ആൻസർ ആയി. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ LCM കാണാം. 16, 20, 24, 30. അപ്പൊ എല്ലാത്തിനെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ എന്തുകൊണ്ടാ? 2 കൊണ്ട്. അപ്പൊ 8 2 16, 10 2 20, 12 2 24, 15 2 30. വീണ്ടും നമ്മൾ എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുക. എല്ലാത്തിനെയും കഴിയുന്ന സംഖ്യ ഇല്ല. അപ്പൊ 3 നിശേഷം ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ ഉണ്ടല്ലോ, 2 ഉണ്ടല്ലോ. അപ്പൊ 2 കൊണ്ട് ഹരിക്കുന്നു. 8 2 4 തവണ, 10 5 തവണ, 12 6 തവണ, 15 പോവില്ല, ഇറക്കി വെച്ചു. വീണ്ടും നമ്മൾ എന്തുകൊണ്ട് ഹരിക്കുന്നു? എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയില്ല. അപ്പോ 2 ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ ഉണ്ടോ നോക്കി. ഉണ്ടല്ലോ. 4നെയും 6നെയും 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ 2 കൊണ്ട് ഹരിക്കുന്നു. 2 5 ഇറക്കി വെച്ചു. 3 2 6, 15 ഇറക്കി വെച്ചു. ഇനി വീണ്ടും എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പൊ 2 ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ. അപ്പൊ 3നെയും 15നെയും എന്തുകൊണ്ട് ഹരിക്കാം? 3 കൊണ്ട് ഹരിക്കാം. അപ്പോ 2 ഇറക്കി വെച്ചു, 5 ഇറക്കി വെച്ചു, 1 3 3, 5 3 15. ഇനി 2 ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ 5 അല്ലേ? 5 കൊണ്ട് ഹരിക്കുന്നു. 2 ഇറക്കി വെച്ചു, 1 1 1. എന്നിട്ട് നമ്മൾ ഇതിന്റെ LCM കാണാം. 2 2 4, 4 2 8, 8 3 24, 24 × 5 120, 120 × 2 240. അപ്പൊ LCM എന്ത് കിട്ടി? 240 കിട്ടി. നമ്മുടെ റിക്വയർഡ് ആൻസർ എന്താണ്? ആ LCMന്റെ കൂടെ എന്ത് കൂട്ടണം? 240 പ്ലസ് ശിഷ്ടം എത്രയാണോ വേണ്ടത്? 3 അല്ലേ? പ്ലസ് 3. അപ്പൊ ആൻസർ എന്താണ്? 243, 243. എട്ടാമത്തെ ചോദ്യം നോക്കാം. 3 ട്രാഫിക് ലൈറ്റുകൾ 48 സെക്കൻഡ്, 72 സെക്കൻഡ്, 108 സെക്കൻഡ് ഇടവിട്ട് മാറുന്നു. ഇവ 3ഉം 8:20 ഒരുമിച്ച് മാറി. ഇനി ഇവ 3ഉം ഒരുമിച്ച് മാറുന്ന സമയം ഏത് എന്നാണ്. ഈ ചോദ്യത്തിന് പകരം ഇങ്ങനെ ചോദിക്കാം. എന്താണ്? 3 ബെല്ലുകൾ യഥാക്രമം 48 സെക്കൻഡ്, 72 സെക്കൻഡ്, 108 സെക്കൻഡ് കൂടുമ്പോൾ അടിക്കുന്നു. ഇവ 3ഉം ഒരുമിച്ച് അടിച്ചത് 8:20 ഇനി ഇവ 3ഉം ഒരുമിച്ച് അടിക്കുന്ന സമയം ഏതെന്നും ചോദിക്കാം. അപ്പോ രണ്ടും ഒരേ മോഡലാണ്. അപ്പൊ നമ്മൾ നോക്കാം. അതായത് 48 സെക്കൻഡ്, 72 സെക്കൻഡ്, 108 സെക്കൻഡ് എന്നീ സമയങ്ങൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഒരു സമയത്തായിരിക്കും ഇത് ഒരുമിച്ച് മാറിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവിടെ അതിന്റെ LCM കാണണം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണുന്നു? 48 സെക്കൻഡിന്റെ, 72 സെക്കൻഡിന്റെയും 108 സെക്കൻഡിന്റെയും LCM കാണുന്നു. ഘടകക്രിയ ചെയ്യുന്നു 2 കൊണ്ട്. 24, 36, 54. വീണ്ടും 2 കൊണ്ട്. 12, 18, 27. 3 കൊണ്ട്. 4 3 12, 6 3 18, 9 3 27. വീണ്ടും നമ്മൾ എന്തുകൊണ്ട്? 2 കൊണ്ട്. 2 2 4, 3 2 6, 9 ഇറക്കി വെച്ചു. വീണ്ടും നമ്മൾ 3 കൊണ്ട്. 2 ഇറക്കി വെച്ചു, 1 3. ഇനി ഇതിന്റെ LCM എന്താ? 2 2 4, 4 3 12, 12 2 24, 3 72 × 2 144 × 3
432 കിട്ടും. അതായത് 432 സെക്കൻഡ് ആണ് LCM കിട്ടിയിരിക്കുന്നത്. അപ്പൊ 432 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60 സെക്കൻഡ് ആണ് 1 മിനിറ്റ്. അപ്പോ 432 എത്ര 60 സെക്കൻഡ് ഉണ്ടോ നോക്കുക. 60 × 7 എത്രയാ? 420 അല്ലെ. അപ്പൊ 420 സെക്കൻഡ് എന്ന് പറഞ്ഞാല് 7 മിനിറ്റ് ആയി അല്ലേ? 7 മിനിറ്റ് ആയി. ഇനി ബാക്കി എത്ര സെക്കൻഡ് ഉണ്ട്? 12 സെക്കൻഡ് ബാക്കിയുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഉത്തരം വരിക? 8 മണി കഴിഞ്ഞ് 27 മിനിറ്റ് 12 സെക്കൻഡ്. ആ സമയത്തായിരിക്കും ഇനി ഇവ മൂന്നും ഒരുമിച്ച് മാറുന്നത്. ക്ലിയർ അല്ലേ? 9ാമത്തെ ചോദ്യം. 3 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4:5 അവയുടെ ഉസാഗ 12 ആയാൽ സംഖ്യകൾ ഏവ എന്നാണ്. അപ്പൊ നമ്മൾ സാധാരണയായി അംശബന്ധം തന്നു കഴിഞ്ഞാൽ സംഖ്യകൾ സമം എന്ന് പറഞ്ഞിട്ട് 3x, 4x, 5x ഇങ്ങനെ എഴുതാറില്ലേ? അപ്പൊ ഇതിന്റെ കൂടെ ചേർത്ത് എഴുതുന്ന x എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ HCF ആയിരിക്കും. എന്തായിരിക്കും? അത് HCF ആയിരിക്കും. അപ്പൊ നമുക്കറിയാം രണ്ടോ അതിലധികം സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധവും അവയുടെ HCFഉം ഉസാഗയും തന്നാൽ സംഖ്യകൾ സമം എന്തായിരിക്കും? അംശബന്ധം ഗുണിക്കണം ഉസാഗയായിരിക്കും. അപ്പൊ നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത് 3 × 12, 4 × 12, 5 × 12 ആയിരിക്കും അല്ലെ. 3 12 36, 4 12 48, 5 12 60. ഇതായിരിക്കും സംഖ്യകൾ. ക്ലിയർ അല്ലേ? 10ാമത്തെ ചോദ്യം. 2 സംഖ്യകളുടെ ഗുണനഫലം 864 അവയുടെ ഉസാഗ HCF 12 ആയാൽ ലാസാഗു എത്ര? LCM എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം 2 സംഖ്യകളുടെ ഗുണനഫലം അതായത് n1 × n2 ഈസ് ഈക്വൽ ടു LCM × HCF എന്നാണ്. അതായത് 2 സംഖ്യകളുടെ ഗുണനഫലം LCM × HCF ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 2 സംഖ്യകളുടെ ഗുണനഫലം 864 സമം LCM × HCF. HCF എത്രയാണോ? 12. അപ്പൊ നമുക്ക് LCM കാണാം. അപ്പൊ LCM ഈസ് ഈക്വൽ ടു 864 ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടും? 72. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു നമ്പറും തന്നിട്ടില്ലെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ HCF കണ്ടുപിടിക്കാം. അപ്പോ ഈ ഇക്വേഷൻ വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അതായത് 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് LCM × HCF ആണ്. 11ാമത്തെ ചോദ്യം. 20, 25, 35, 40 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 14, 19, 29, 34 എന്നീ സംഖ്യകൾ ശിഷ്ടമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം തന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് 20 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 14 വരണം, 25 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 19 വരണം, 35 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 29 വരണം, 40 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 34 വരണം. അപ്പൊ നമ്മൾ ആദ്യം 20 -14 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഇനി 25 -19 ചെയ്താലും 6 കിട്ടും. 35 -29 ചെയ്താലും 6 കിട്ടും. 40 -34 ചെയ്താലും 6 കിട്ടും. അപ്പോ ഈ വ്യത്യാസം തുല്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഇതിന്റെ LCM കണ്ടെത്തിയിട്ട് എന്ത് കുറക്കുന്നു? ഈ 6 കുറച്ചാൽ നമ്മുടെ ആൻസർ ആയി. അപ്പൊ ഞാൻ ആദ്യം LCM കാണാണ്. 20, 25, 35, 40 ഘടകക്രിയ ചെയ്യുന്നു 5 കൊണ്ട്. 4 5 20, 5 5 25, 7 5 35, 8 5 40. വീണ്ടും എന്തുകൊണ്ട്? 2 കൊണ്ട്. 2 2 4, 5 ഇറക്കി വെച്ചു, 7 ഇറക്കി വെച്ചു, 4 2 8. വീണ്ടും 2 കൊണ്ട്. 1 5 7 2. ഇനി എല്ലാത്തിനെയും 1 കൊണ്ട് മാത്രമേ പറ്റൂ, അവിടെ നിർത്തി. അപ്പൊ ഞാൻ എന്ത് എഴുതി? 5 2 10, 10 2 20, 25 100, 100 × 7 700, 700 × 2 1400. അപ്പൊ LCM എന്ത് കിട്ടി? 1400 കിട്ടി. അപ്പൊ നമ്മുടെ റിക്വയർഡ് ആൻസർ എന്താണ്? 1400 നിന്നും 6 കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? 1394. ക്ലിയർ അല്ലേ? 12ാമത്തെ ചോദ്യം. 20, 15, 30, 12 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏത് എന്നാണ്.
നമുക്കറിയാം 20,15,30,12 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ LCM ആണ്. അപ്പോ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് LCMന്റെ ഗുണിതങ്ങളായിരിക്കും അല്ലെ, ഗുണിതമായിരിക്കൂലേ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണ്, ആദ്യം ഇതിന്റെ LCM കാണുകയാണ്. 20,15,30,12 ഘടകക്രിയ ചെയ്യുന്നു. എന്തുകൊണ്ടാ ചെയ്യാ? എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പൊ മൂന്നെണ്ണത്തിനെ ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യയുണ്ട്, ഏതാ? 2 കൊണ്ട്. അപ്പൊ 10 2 20, 15 ഇറക്കി വെച്ചു അല്ലെ. 30 15 2 30, 12 6 2 12. ഇനി എല്ലാത്തിനെയും ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ ഉണ്ടോ? അപ്പൊ മൂന്നെണ്ണത്തിനെ 3 കൊണ്ട് ഹരിക്കാം. അപ്പൊ 3 കൊണ്ട് ഹരിക്കുന്നു, 10 ഇറക്കി വെച്ചു. 5 3 15, 5 3 15, 6 2 3 6. ഇനി വീണ്ടും നമ്മൾ എന്തുകൊണ്ട് ഹരിക്കുന്നു? 5 കൊണ്ട്. അതായത് മൂന്നെണ്ണത്തിന് 5 കൊണ്ട് ഹരിക്കാലോ. അപ്പൊ 5 കൊണ്ട്. 10 എത്ര? 5 2, 5 1, 5 1 2 ഇറക്കി വെച്ചു. വീണ്ടും 2 കൊണ്ട്. അപ്പം എല്ലാത്തിലും 1. അപ്പൊ നമ്മൾ നോക്കുക, 5 2 10, 10 3 30 × 2 60 LCM. അതായത് ഈ സംഖ്യകൾ കൊണ്ടൊക്കെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 60. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണ്. നമ്മുടെ അറിവിൽ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 999 ആണ് അല്ലെ. 999 ആണ്, 999. അപ്പോ ഇത് 60ന്റെ ഗുണിതമാണെങ്കിൽ ഇതായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന സംഖ്യ. അപ്പോ ഇത് 60ന്റെ ഗുണിതമല്ലല്ലോ. അപ്പൊ നമ്മള് ഇതിനെ 999നെ 60 കൊണ്ട് ഹരിക്കുന്നു. 60 9ൽ 60 പോകില്ല. അപ്പൊ 99ൽ ഒരു തവണ 60. അപ്പൊ എന്ത് കിട്ടി? 9 ഇറക്കി വെച്ചു. 3 39. 399ൽ എത്ര തവണ പോകും? 6 തവണ അല്ലെ. 6 6 36. അപ്പൊ 360. 9 ഇറക്കി വെച്ചു. എത്ര ബാക്കി? 3 അല്ലെ. 3 ഇറക്കി വെച്ചു. 9 - 6 3. അപ്പൊ 39 കിട്ടി. ഇനി നമ്മള് ഇവിടെ 0 ആയിരുന്നെങ്കിൽ ഇതായിരിക്കും നമ്മൾ അന്വേഷിച്ച സംഖ്യ. അപ്പൊ ഇവിടെ 0 ആക്കണമെങ്കിൽ ഇതിൽ നിന്ന് 39 കുറക്കണ്ട. അതായത് ഇവിടുന്ന് 39 കുറക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 39 കുറക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 999 കുറക്കണം 39. 9ൽ നിന്ന് 9 കുറച്ചാൽ 0, 9ൽ നിന്ന് 3 കുറച്ചാൽ 6 9. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? 960 ആണ്. ക്ലിയർ അല്ലേ? 13ാമത്തെ ചോദ്യം നോക്കാം. 197,269 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഉസാഗയാണ് അല്ലെ. അതായത് ഈ തന്നിരിക്കുന്ന സംഖ്യകളെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ അല്ലെ. അതുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരണം? 5 വരണം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 197ൽ നിന്ന് ശിഷ്ടം 5 അല്ലട വരേണ്ടത്. 5 കുറക്കുന്നു. എന്ത് കിട്ടും? 192. അതേപോലെ 269ൽ നിന്നും 5 കുറച്ചു. എന്ത് കിട്ടി? 264. എന്നിട്ട് ഈ സംഖ്യകളുടെ HCF കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഈ കിട്ടുന്ന HCF കൊണ്ട് ഇതിനെ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എന്ത് കിട്ടും? 5 കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 192ന്റെയും 264ന്റെയും HCF കാണാം. 2 കൊണ്ട് അല്ലെ. 9 2 18. 12ൽ 6 2 12. ഇനിയോ 1 2 2 3 2 6 2 2 4. വീണ്ടും 2 കൊണ്ട്. 96ൽ എത്ര? 2. 9ൽ 4 2 8 8 2 16. 13ൽ 6 2 12. 12ൽ 6 2 12. വീണ്ടും 2 കൊണ്ട് അല്ലെ. എത്രയാടോ? 2 2 4 4 2 8. 24 2 അല്ലെ 48. 66ൽ 33. ഇനി ഇതിന് രണ്ടിനെയും നിശേഷം ഹരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ HCF എന്താ? 2 × 2 × 2 എത്രയാ? 8. അപ്പൊ നമ്മുടെ റിക്വയർഡ് ആൻസർ എത്രയാണോ? 8 ആണ്. ക്ലിയർ അല്ലേ? 14ാമത്തെ ചോദ്യം. 43,91,183 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടം വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യകളായ 43, 91, 183 ഇതിൽ നിന്നും 91 മൈനസ് 43 ചെയ്യുന്നു. എന്ത് കിട്ടും നമുക്ക്? 48. ഓക്കെ അല്ലേ? ഇനി 183 മൈനസ് 91 എന്താ കിട്ടുക? 2 9 9 18. എന്ത് കിട്ടി? 92.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 183 മൈനസ് 43 എന്ത് കിട്ടും നമുക്ക്? 140. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന 48, 92, 140 എന്നീ സംഖ്യകളുടെ HCF കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ആൻസർ ആയി. ഇപ്പൊ നമ്മള് 48, 92, 140 HCF കാണാൻ പോവാണ്. 2 കൊണ്ട് ഘടകക്രിയ ചെയ്യുന്നു. അപ്പോ 24, 4 2 8, പിന്നെ 12 6 2 12 ശരിയല്ലേ? അപ്പൊ 46, 140 70. വീണ്ടും 2 കൊണ്ട് ഘടകക്രിയ ചെയ്യുന്നു. 12, 23, 35. ഇനി പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ HCF എന്താണ്? 2 ഗുണം 2 4 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണോ? ആൻസർ ഈസ് ഈക്വൽ ടു 4 ആണ് അല്ലെ? അതായത് 43, 91, 183 എന്നീ സംഖ്യകളെ 4 കൊണ്ട് ഹരിച്ചാൽ ഒരേ ശിഷ്ടം വരും. ക്ലിയർ അല്ലേ? 15ാമത്തെ ചോദ്യം നോക്കാം. 2/3, 8/9, 16/81, 10/27 എന്നീ സംഖ്യകളുടെ LCM HCF കാണുക എന്നാണ്. ഇവിടെ ഭിന്നസംഖ്യകളുടെ ലസാഗുവും കാണണം, ഭിന്നസംഖ്യകളുടെ ഉസാഗയുമാണ് കാണേണ്ടത്. അപ്പോ ഭിന്നസംഖ്യകളുടെ ലസാഗു എന്ന് പറഞ്ഞാൽ അംശങ്ങളുടെ ലസാഗു ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ഉസാഗ എന്നാണ്. അതായത് LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ് എന്നാണ്. ഇനി ഭിന്നസംഖ്യകളുടെ HCF എന്ന് പറഞ്ഞാൽ, ഭിന്നസംഖ്യകളുടെ ഉസാഗ എന്ന് പറഞ്ഞാൽ അംശങ്ങളുടെ ഉസാഗ HCF ഓഫ് ന്യൂമറേറ്റേഴ്സ് ഡിവൈഡഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ്. അതായത് HCF എന്ന് പറഞ്ഞാല് അംശങ്ങളുടെ ഉസാഗ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? LCM ആണ് പറഞ്ഞതെങ്കിൽ LCM മുകളിൽ, HCF ആണ് പറഞ്ഞതെങ്കിൽ HCF മുകളിൽ. ഓക്കെ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കാം. 2/3, 8/9, 16/81, 10/27. ആദ്യം നമ്മൾ LCM ആണ് കാണുന്നത്. അപ്പൊ 2, 8, 16, 10. 2, 8, 16, 10 ഇവയുടെ LCM കാണണം. എന്തുകൊണ്ട് ചെയ്യാ? 2 കൊണ്ട്. 1 2 2, 4 2 8, 8 2 16, 5 2 10. വീണ്ടും 2 കൊണ്ട്. 1 2, 4 2 8, 5 ഇറക്കി വെച്ചു. ശരിയല്ലേ? ഇനി വീണ്ടും 2 കൊണ്ട്. 1 1 2 5. ഇനി നമ്മൾ LCM ആണ്. 2 2 4, 4 2 8, 8 2 16, 16 5 80. അപ്പൊ ഇതിന്റെ LCM എന്ത് കിട്ടി? 80 കിട്ടി. ശരിയല്ലേ? ഇനി നമുക്ക് HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ് കാണാം. ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാ? 3 9 81 27. ഇതിന്റെ HCF കാണാം. എന്തുകൊണ്ട് ഇതിനൊക്കെ ഹരിക്കാൻ കഴിയാ? 3 കൊണ്ട്. 1 3 27 9. അപ്പൊ ഇതിന്റെ HCF എന്ത് കിട്ടി? 3 കിട്ടി. അപ്പൊ നമ്മുടെ റിക്വയർഡ് ആൻസർ എന്താ? 80/3. അതാണ് ഈ സംഖ്യകളുടെ ലസാഗു. ഇനി HCF കാണണം. HCF എങ്ങനെ കാണാം? HCF ഓഫ് ന്യൂമറേറ്റേഴ്സ്. അപ്പോ 2, 8, 16, 10. ഇതിന്റെ HCF കാണുന്നു. എത്രയാണോ? 2 കൊണ്ട് ഘടകക്രിയ ചെയ്ത് കഴിഞ്ഞാൽ 1 4 8 5. HCF എന്ത് കിട്ടി? 2 കിട്ടി. 2 ഡിവൈഡഡ് ബൈ. ഇനി LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ് കാണണം അല്ലേ? LCM 3, 9, 81, 27. ഇതിന്റെ LCM എന്താ? 3 കൊണ്ട്. 1 3 27 9. വീണ്ടും 3 കൊണ്ട്. 1 1 9 3. വീണ്ടും 3 കൊണ്ട്. 1 1 3 1. അപ്പോ 1 3 3 3 9 3 27 × 3 81 കിട്ടും. ശരിയല്ലേ? LCM 81 കിട്ടും. അപ്പൊ ഇവിടെ റിക്വയർഡ് ആൻസർ എന്താ? 2/81. ക്ലിയർ അല്ലേ? എന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. പിന്നെ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ QA ടിപ്സ് എന്നും പറഞ്ഞ് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.